മഹാവിരുന്നിൻ മണിമുഴങ്ങി വരുന്നു ഞങ്ങൾ ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധേ കരങ്ങൾ കൂപ്പാൻ കീർത്തനം പാടിടാം. പ്രശാന്ത സവിധേ കരങ്ങൾ കൂപ്പാൻ കീർത്തനം പാടിടാം. മഹാവിരുന്നിൻ മണിമുഴങ്ങി വരുന്നു ഞങ്ങൾ ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധേ കരങ്ങൾ കൂപ്പാൻ കീർത്തനം പാടിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ സ്നേഹം സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഒന്നാമത്തെ വായന യെശയ്യാപ്രവാചകന്റെ പ്രവചനം 40-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ജഡത്തിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികമാണ്. എന്നിട്ടും എത്ര പേരാണ് അതിന് പിന്നാലെ പോകുന്നത്, അതിനടിമപ്പെട്ടു പോകുന്നത്, പാപം ചെയ്ത് കൂട്ടുന്നത്. നമുക്ക് ശരീരം ആവശ്യമാണ്. വെറും ശരീരമല്ല, ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, സമ്പാദിക്കുവാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തികമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ നിന്നിരിക്കുന്ന ആരോഗ്യമുള്ള ശരീരത്തിന് നന്ദി പറയാം. ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ അത് ആരോഗ്യമുള്ളതാക്കി തീർക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബലിയർപ്പിക്കുവാൻ യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ദൈവത്തോടും സഹോദരി സഹോദരന്മാരോടും നമുക്ക് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഭൂമിയുടെ സർവ അതിർത്തികൾ വരെയും അങ്ങേ രക്ഷ അങ്ങ് വിളംബരം ചെയ്തുവല്ലോ. അവിടുത്തെ ജന്നത്തിൻ്റെ മഹത്വം സന്തോഷപൂർവ്വം കാത്തിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നു നീമാൻ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രന്റെ ജനകർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ,
എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിനെ വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്ത് ഉദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. സത്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സത്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദയുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരുബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തട്ടെ. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ആർപ്പ് വിളിക്കട്ടെ, വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ദിവസം സമീപിച്ചിരിക്കുന്നു. ഇതാ നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ചു പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച്
വഴിതെറ്റിപ്പോകാത്ത 99 കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരൊരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാനെൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. വന്നീരാശകൾ ദൂരെയകറ്റുന്ന എൻ സ്നേഹരൂപനേ. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. സഹോദരനെ, നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളിലും കാണിക്കകളിലും സംപ്രീതനാകണമേ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണം സഹായമായി നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നേക്കും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രന്റെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായയോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടെ നെളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു.
അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിന്റെ മഹത്വത്തിൽ രണ്ടാമത് എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകിയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും ഭദ്രാസന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന 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 ഓസാന. അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന 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 ഓസാന. അത്യുന്നതങ്ങളിൽ ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉരുടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. ആകിയാൽ അങ്ങേത്താവാൻ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനിസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത കൃതജ്ഞത പ്രകാശിപ്പിച്ച മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയോ പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകിയാൽ കർത്താവേ, അവിടുത്തെ മരണയെ ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും
അങ്ങേ പരിചരിക്കുന്നതിനും അർഹരായി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പയോടും ഞങ്ങളുടെ ഉദിഷ്ടാജേസ്പത്രാനോടും വൈദികനത്തോടുമൊത്ത സഭയങ്ങ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരും കരുണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവടോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുടെ മൊത്ത നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവോടുകൂടി, ക്രിസ്തുവിൽ തന്നെ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതി മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധരായും ദിവദേശത്താൽ ഉത്കൃതരായും നിർഭയം നമുക്ക് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാൻ. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനകനിവാ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനിയെ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഏതെങ്കിലും അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇനി അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കരുണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ
കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു ചൊരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തു ശരീരം രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നീതിമാനായ വിധികർത്താവ് തന്റെ ആഗമനത്തിൽ സന്തോഷിക്കുന്ന എല്ലാവർക്കും നീതിയുടെ കിരീടം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്താനും സ്വർഗീയമായവ മുറുകെ പിടിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നന്മ നിറഞ്ഞ മാമരിയേ, നിർമ്മലയായ കന്യകേ, മംഗളദായിനി സ്വർഗരാജ്ഞി, കൈകൂപ്പി വണങ്ങിടുന്നു. നിൻ നാമം വാഴ്ത്തിയിടുന്നു.